യാത്ര ചെയ്യുന്ന എല്ലാം ഊബറിലാണ്. ഒന്നാമത്തേല് പാർക്കിംഗ് പ്രശ്നം, രണ്ടാമത്തേല് ഡ്രൈവറെ അന്വേഷിക്കണം, അല്ലെങ്കിൽ മക്കളുടെ സൗകര്യം നോക്കണം. ഗൈസ്, ഒരു പ്രിൻസിപ്പളായിരുന്നു കേട്ടോ, ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു പ്രിൻസിപ്പളായിരുന്നു. ഇതിന് മുമ്പ് ഒരു ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനാ നല്ലോണം സ്മരിച്ചോണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ പുള്ളി തിരിച്ചില്ല. ഞാൻ തിരിച്ച് സ്ഥലത്ത് ഞാൻ കണ്ട് പ്രായമായിട്ടുള്ള ഒരാളാന്ന് കണ്ടപ്പോൾ ഞാൻ തിരിച്ച് കറക്റ്റായിട്ട് കൊണ്ട് നിർത്തി കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. ആൻഡ് എന്നെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് വരെ വണ്ടി കയറ്റിച്ചിട്ടോ. വഴി നോക്കണേ, കിളിവള വഴിയാണ്. എന്നോട് പറഞ്ഞു, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ കേട്ടടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ധൈര്യത്തിൻ്റെ കുഴപ്പമൊന്നുമില്ല, വണ്ടി വളച്ചാൽ മതി. നോക്കിയേ, അവിടെ നിന്നൊരു വണ്ടി വന്ന സ്റ്റക്കാണ് പറയാ, സ്റ്റക്ക്. ആ ഒരു രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്ത് കയറ്റിക്കൊണ്ട് പോകുന്നത്. അത് ആൾക്കാരൊക്കെ വിചാരിച്ചാലാണ് എന്ത് സംഭവമാണ്. ഇവിടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഭയങ്കര ആക്റ്റീവായിരുന്നു. മാഡം പറഞ്ഞ പ്രിൻസിപ്പളായിരുന്നേ. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു സംഭവം. അവൻ അങ്ങനെ ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണേന്ന്. എനിവേ, എന്തായാലും നിനക്കിട്ട് നല്ലോണം സ്മരിച്ചിട്ടുണ്ടാ ഏത് വണ്ടിയാണെന്ന്. ഞാൻ പറഞ്ഞ റേറ്റിംഗ് ഇടുമ്പോൾ നോക്കണം, ഇത് അവനല്ല. അവനില്ല, നിനക്ക് ഞാൻ 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ തരുമെന്ന്. അങ്ങനെ 600 റുപ്പീസ് 660 റുപ്പീസിലേക്ക് മാറി. ഇനിയിപ്പോൾ എങ്ങോട്ട് പോകുമെന്നൊരു പിടുത്തില്ല. ഇങ്ങോട്ട് പോവാം, എങ്ങോട്ടേക്ക് പോവാം. ഇവിടെ നിൽക്കാം. വിശക്കുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും കഴിക്കട്ടെ. ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു കേട്ടോ പുള്ളിക്കാരത്തി, ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. നല്ല ഏജ് ഉണ്ട്, ഒരു 75-80 വയസ്സിൻ്റെ ഇടയിലുണ്ട്. ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അവനെ പറ്റി പറയണേട്ടെ, ഞാൻ കുറച്ചൊക്കെ റെക്കോർഡ് ചെയ്തില്ല. ബീപ്പിടേണ്ടി വരും, പ്രിൻസിപ്പളായതുകൊണ്ടേ. നല്ല ചൂരലുണ്ടായിരുന്നെങ്കിൽ അവനെ തലമണ്ടൊക്കെ അടിച്ചാനെന്നൊക്കെ പറഞ്ഞു. അത്രയും സീൻ. എനിക്കാണെങ്കിൽ ചിരിയുമ്പോൾ എന്നിട്ട് വയ്യായിരുന്നു, രക്ഷണ. പിന്നെ അടുത്ത കസ്റ്റമറൊക്കെ കണ്ടേ, കോമഡിയാണ്